സിനിമകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും കോമഡി പരിപാടികളിലൂടെയും മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ വ്യക്തിയാണ് കൊല്ലം സുധി. സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരാൾ. തൻ്റെ തിരക്കിട്ട ജീവിതങ്ങളിൽ വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള യാത്രയിലാണ് കൊല്ലം സുധിക്ക് അപകടം സംഭവിച്ചത്. ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റ്. ഈ അപകടം സുധിയുടെ ജീവനെടുത്തു. വടകരയിലെ ഷോ കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്തിന് പോകുന്ന വഴിയായിരുന്നു സുധി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത്. ആക്സിഡന്റിൽ സുധിയുടെ മരണശേഷം അദ്ദേഹം പോയി എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്കാകുന്നില്ല എന്നാണ് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. സുധിയുടെ ഭാര്യയുടെ പേരാണ് രേണു. സുധിക്ക് 2 മക്കളാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് രേണു. രേണു പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് പലപ്പോഴും ചർച്ചയാകാറുണ്ട്. സുധി മരണപ്പെട്ടതിന് ശേഷം സുധിയുടെ കുടുംബവുമായി ഏറ്റവും അടുത്തു നിൽക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര. സുധി പങ്കെടുത്തിരുന്ന റിയാലിറ്റി ഷോയായിരുന്ന സ്റ്റാർ മാജിക്കിലെ അവതാരക കൂടിയാണ് ലക്ഷ്മി. സുധി അവസാനമായി ഇട്ടിരുന്ന ഷർട്ടിൻ്റെ അതേ മണവും പെർഫ്യൂം രേണുവിന് വേണമെന്ന ആവശ്യം നിറവേറ്റിക്കൊടുത്തത് ലക്ഷ്മിയാണ്. ഇതിനെ ചൊല്ലിയുള്ള പല വാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പോസിറ്റീവായും നെഗറ്റീവായും ഇതിനെതിരെ നിരവധി കമൻറ്റുകളും വന്നിരുന്നു. ഇപ്പോഴിതാ രേണുവിൻ്റെ മറ്റൊരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. സുധി ആഗ്രഹിച്ച പോലെ തന്നെ പുതിയൊരു വീട് രേണുവിനും മക്കൾക്കും വേണ്ടി നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. വാടക വീട്ടിലായിരുന്ന ഇവരുടെ കുടുംബം താമസിച്ചു വരുന്നത്. അതിനാൽ സുധിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അത് സഫലമായില്ല. എന്നാൽ പുതിയ വീടിന് തൻ്റെ സുധിച്ചേട്ടനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് രേണു ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സുധിലയം എന്നാണ് വീടിൽ വെച്ചിരിക്കുന്ന പേര്. നിരവധി പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായാണ് സുധിയുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് രേണു പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇവർ. സുധിയുടെ സ്റ്റേജ് പരിപാടികൾ കണ്ടാണ് രേണുവിന് ഇദ്ദേഹത്തോട് സ്നേഹം തോന്നുന്നത്. പ്രണയം മനസ്സിലാക്കിയ സുധി തൻ്റെ മകൻ കിച്ചുവിൻ്റെ അമ്മയായി ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്ന് രേണുവോട് ആവശ്യപ്പെടുകയായിരുന്നു. കഷ്ടപ്പാടുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ജീവിച്ചു വരുന്നത് എന്ന് രേണു പറയുന്നു. അഭിനയ ലോകത്തേക്ക് രേണു കടന്നു വരുന്നു എന്നുള്ള വാർത്തകൾ ഇതിനിടെ ശ്രദ്ധ നേടിയിരുന്നു. ഇനിയൊരു വിവാഹത്തെക്കുറിച്ചുള്ള രേണുവിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് തൻ്റെ ജീവിതമെന്നും ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എന്നുമായിരുന്നു. സുധിയുടെ ഓർമ്മകളിൽ കഴിയുകയാണ് രേണു ഇന്ന്. അതിനാൽ തന്നെ ഇപ്പോൾ വെച്ച പുതിയ വീട് ഇനി സുധിലയം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാൽ നിറഞ്ഞു നിൽക്കും.